സംഘശക്തിയും ആരോഗ്യവും വ്യായാമവും ഒരുമിച്ച് നിർത്തി കുറവലങ്ങാട്ട് ഒരു വാക്കേഴ്സ് ക്ലബിന് തുടക്കമായി. കുറവലങ്ങാട് ദേവമാതാ കോളേജ് മൈതാനത്താണ് പ്രഭാത സവാരിക്കാർ ഒരുമിച്ച് ചേർന്ന് സംഘടനാതലത്തിൽ പ്രവർത്തനം നടത്തുവാൻ തീരുമാനമെടുത്തത്. പ്രഭാത സവാരിക്കാരുടെ ആഗ്രഹത്തിന് കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളിയും കുറവലങ്ങാട് ദേവമാതാ കോളേജും പച്ചക്കൊടി വീശിയതോടെ ഒരു സംഘടിത രൂപമായി മാറുവാനും പ്രവർത്തനങ്ങൾ ഏകീകൃതമാക്കി മാറ്റുവാനും കഴിഞ്ഞു എന്നത് വലിയ നേട്ടമായി മാറി. നിരത്തുകളിൽ നടത്തുന്ന പ്രഭാത സവാരി പലപ്പോഴും അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് പ്രഭാത സവാരിക്കായി മറ്റൊരു സ്ഥലമെന്ന ചിന്ത ഉടലെടുത്തത്. കുറവലങ്ങാട്ട് മാതൃകാപരമായ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ കുറവലങ്ങാട് എക്സിക്യൂട്ടീവ് ക്ലബ്ബ് അടുത്ത നാളിൽ നടത്തിയ ഹൃദയാരോഗ്യ സെമിനാറിലാണ് ഇത്തരത്തിലുള്ളൊരു ആശയം പൊട്ടിമുളച്ചത്. ക്ലബിന്റെ പ്രസിഡന്റ് സിറി കെ പാറ്റാനിയും സെക്രട്ടറി ജോർജ് പുതിയിടവും ചേർന്ന് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചതോടെ കുറവലങ്ങാട്ട് 150ഓളം പേർ ഉൾക്കൊള്ളുന്ന വാക്കേഴ്സ് ക്ലബിന് രൂപം കൊടുക്കുവാൻ കഴിഞ്ഞു. കുറവലങ്ങാട് ദേവമാതാ കോളേജ് മൈതാനത്ത് നടന്ന ക്ലബ്ബ് ഉദ്ഘാടന പരിപാടികളിൽ നാടിന്റെ സജീവ സാന്നിധ്യം പ്രകടമായി എന്നതും ഏറെ നേട്ടമാണ്. പ്രഭാത സവാരി നടത്താത്ത പലർ പോലും ക്ലബിനെ കുറിച്ച് ചോദിച്ചറിയുവാനും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് അറിയുവാനുമായി ഉദ്ഘാടന വേളയിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. കേരള യൂണിവേഴ്സിറ്റി ബാസ്കറ്റ്ബോൾ ടീം മുൻ ക്യാപ്റ്റനും ആംഡ് പോലീസ് ഡെപ്യൂട്ടി കമാൻഡന്റും സെക്രട്ടേറിയറ്റ് ചീഫ് സെക്യൂരിറ്റി ഓഫീസറുമായ ജോസ് കുര്യനും കേരള സർവകലാശാല അത്ലറ്റിക് ടീം മുൻ ക്യാപ്റ്റനും ജില്ലാ സ്പോർട്സ് സെക്രട്ടറിയുമായ പി തോമസും ചേർന്നാണ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളി വികാരി ഫാദർ അബ്രാഹം കൊല്ലിത്താനത്തമലയിൽ, ദേവമാതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയി ജേക്കബ്, മുൻ SP KJ ദേവസ്യ, കുറവലങ്ങാട് SI KS ഷാജിമോൻ, എക്സിക്യൂട്ടീവ് ക്ലബ്ബ് പ്രസിഡന്റ് സിറി കെ പാറ്റാനി എന്നിവർ പ്രസംഗിച്ചു. ആരോഗ്യ മുന്നേറ്റത്തിൽ വലിയൊരു മാതൃകാപരമായ പ്രവർത്തനമാണ് കുറവലങ്ങാട് ദേവമാതാ കോളേജും കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളിയും കുറവലങ്ങാട് എക്സിക്യൂട്ടീവ് ക്ലബ്ബും കൈകോർത്തതോടെ നാടിന് കരഗതമായത് എന്നതാണ് ഏറെ നേട്ടം. കുറവലങ്ങാട് ദേവമാതാ കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സതീഷ് തോമസിന്റെ നേതൃത്വവും ക്ലബിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ട്. ക്ലബിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുറവലങ്ങാട് മർത്തമറിയം ഫോറാനപ്പള്ളി വികാരി ഫാദർ അബ്രാഹം കൊല്ലിത്താനത്തമലയിലും എക്സിക്യൂട്ടീവ് ക്ലബ്ബ് പ്രസിഡന്റും മലയാള മനോരമ സർക്കുലേഷൻ ജനറൽ മാനേജറുമായ ശ്രീ കെ പാറ്റാനിയും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. ആളുകളായിട്ട് ഒത്തിരി ആൾക്കാർ പ്രഭാത സവാരി നടത്തുന്നുണ്ട്. അത് നമ്മുടെ മെയിൻ റോഡുകൾ, ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളൊക്കെ ഉപയോഗിക്കാറുള്ളത്. ഇന്നിപ്പോൾ മെയിൻ റോഡിൽ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളും വളരെ രാവിലെ മുതൽ തന്നെ ഹെവി ട്രാഫിക്കായി വരുന്ന ഒരു സാഹചര്യമാണ്. ആ നിലയ്ക്ക് വഴിയിൽ കൂടിയുള്ള പ്രഭാത സവാരി വല്ലാത്ത ബുദ്ധിമുട്ടായി തീർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു ചിന്ത മുമ്പോട്ട് വെച്ചു എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ക്ലബിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കേണ്ട കാര്യം. വിവിധ സ്ഥലങ്ങളിലൂടെ അസൗകര്യങ്ങൾ അവഗണിച്ച് നടന്നിരുന്ന ആൾക്കാരെ ഇവിടെ കോളേജിൻ്റെ സ്റ്റേഡിയത്തിൽ ഒരുമിച്ച് കൂട്ടാൻ, അങ്ങനെ എല്ലാവർക്കുമായ സൗകര്യം തുറന്നു കൊടുക്കാനുള്ള ഒരു ചിന്ത മുമ്പോട്ട് കൊണ്ടുവരികയും അത് വന്നപ്പോൾ തന്നെ കോളേജ് പ്രിൻസിപ്പൽ ജോയി സാറിന്, എൻ്റെ മാനേജരായ എനിക്കും അതിന് ഒരു ഡെലിക്കസിയും തോന്നിയില്ല. സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചതിന് പ്രധാനപ്പെട്ട കാരണം അതാണ്. ഏത് വിധത്തിലായാലും തുടർന്നങ്ങോട്ട് ഇത് ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. കുറവലങ്ങാട്ടെ മുഴുവൻ ആൾക്കാരെ സംബന്ധിച്ചും രാവിലെ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അത് മുമ്പോട്ട് തുടർന്ന് പോകുന്നതിനെപ്പറ്റി എനിക്ക് സംശയമൊന്നും തോന്നുന്നില്ല. കാരണം എല്ലാം ഇത് ഏറ്റവും ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എത്ര കാലത്തേക്ക് നിൽക്കുമെന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. കൂടുതലുള്ള ആൾക്കാരിലേക്ക് കടന്നു വരുമെന്ന് എന്നുള്ള ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത്. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇത് വലിയ ഒരു നേട്ടമായിട്ട്, ഈ നാടിന് തന്നെ വലിയ ഒരു നേട്ടമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അവർ തന്നെയാണ് ബാക്കിയില്ലാത്തത് കണ്ടുപിടിച്ച് കൊണ്ടുപോകുന്നത്. ആരോഗ്യമുള്ളൊരു തലമുറയെ, ആരോഗ്യമുള്ള മനസ്സും ശരീരവുമാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഒരു സംരംഭത്തിലേക്ക് വരുന്നത്. ഇനിയിപ്പം പ്രഭാതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വഴി കൂടി നടക്കുകയാണ്. അത് ട്രാഫിക് ധാരാളമുള്ള സ്ഥലത്ത് ധാരാളം അപകടം ഉണ്ടാകും. അതുപോലെ വണ്ടി ഇടിച്ചിട്ട് ആൾക്കാർ ആരും അറിയാതെ തന്നെ ആൾക്കാർ ഒത്തിരി അപകട മരണം. ആ സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു കൺസെപ്റ്റ് ഞങ്ങൾ കോളേജിൽ പള്ളിക്കാര്യത്തിലേക്ക് കൊടുക്കുകയും പള്ളിയിൽ അതിന് അനുവാദം തരികയും ചെയ്തത്. പിന്നെ ധാരാളം ആൾക്കാർ കുറവലങ്ങാട്ട് സമീപ പ്രദേശത്തൊക്കെ രാവിലെ പ്രഭാതത്തിൽ 5:30, 5 മണിക്കൊക്കെ നടക്കുന്നത്. ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ ഒരു കൂട്ടായ്മ
ഇതിൻ്റെ അകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു ഇതിൻ്റെ ബെനിഫിറ്റ്. ആരോഗ്യമുള്ളതുപോലെ തന്നെ പരസ്പര സഹവർത്തിത്വം, എൻ്റെ സഹപ്രവർത്തകരെ കാണാത്ത ആൾക്കാരെ കാണാൻ പറ്റുന്നു, പരിചയപ്പെടാൻ പറ്റുന്നു, അതിലൊരു കൂട്ടായ്മ ഇപ്പോൾ നഷ്ടപ്പെട്ട് അന്യമായിക്കൊണ്ടിരിക്കുന്ന ആ കൂട്ടായ്മ വീണ്ടും ഏകോപിപ്പിക്കുക. ഈ രണ്ട് പർപ്പസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, പ്രഭാതത്തിൽ സവാരി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യത ഒഴിവാക്കുക, രണ്ട്, ആരോഗ്യം, മൂന്ന്, ഇതുപോലെയുള്ള കൂട്ടായ്മ. ഈ മൂന്ന് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ക്ലബ്ബും ദേവമാതാ കോളേജിൻ്റെ സഹകരണം. ദേവമാതാ കോളേജാണ് ആക്ച്വലി ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ ഞങ്ങളെ ഇതിനുള്ള പ്രോത്സാഹനം തന്നത്. പിന്നെ പള്ളിയിൽ നിന്ന് അനുവാദം വന്നതോടുകൂടി പിന്നെ അത് പൊതുജനങ്ങൾക്ക് നമുക്ക് പറയാനൊരു വേദിയായി. പക്ഷേ ഭാഗ്യം കൊണ്ട് ഒത്തിരി ആൾക്കാർ ഈ നമ്മുടെ ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ എത്തിയിരുന്നു, പ്രഭാതത്തിൽ തന്നെ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇത് തുറന്നും നടത്തിക്കൊണ്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും, എല്ലാ കുറവലങ്ങാട്ടെ മുഴുവൻ ആൾക്കാരും, അല്ലെ ആകുന്നത്ര ആൾക്കാർ ഇതിന് പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ കാര്യമൊന്നുമല്ല.